നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തൽക്കാലം ഈ വിവരം രൂപേഷ് പോലും അറിയണ്ട. അവന് കുഞ്ഞുങ്ങളെന്ന് വെച്ചാ വലിയ ജീവനാ. പക്ഷേ ദർശനയ്ക്ക് അവരുടെ ജീവിത ലക്ഷ്യം IPS ആണ്. ഈ കാരണം കൊണ്ട് അവര് തമ്മിൽ തെറ്റിപ്പിരിയാനിടയാവരുത്. താൻ എന്തുറക്കാട് ഉറങ്ങിയത്? ഡോക്ടർ എന്താ പറഞ്ഞേ? എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാലും തന്നെ സമ്മതിക്കണം, ഒരു ചെറിയ വയറുവേദന പോലും സഹിക്കാൻ പറ്റില്ല. പിന്നെ താൻ എങ്ങനെ IPS ആവോടൂ? അല്ല, തന്നോട് ഡോക്ടർ അകത്ത് വെച്ചെല്ലാം പറഞ്ഞായിരുന്നോ? ഇല്ല. അതാരാ? അത് ശ്രേയ, പവേങ്കലിന്റെ മോളാ. അധികം ആരോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ആരുടെങ്കിലും മുമ്പിൽ ചെന്ന് പെട്ടെന്ന് തടുത്തപ്പി പോന്നേക്കണം. അപ്പൊ ഈ വീട്ടിൽ എല്ലാരും പേടിക്കേണ്ട ആളുകളല്ലേ? ഈ വീട്ടിലെ പേടിക്കേണ്ട ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ. അതാരാ? ദർശന, അതായത് രൂപേഷ് ചേട്ടന്റെ വൈഫ്. ഓ, നീ പറഞ്ഞ സിവിൽ സർവീസ്. അതെ. ആള് ഭയങ്കര കില്ലാടിയാ. മറ്റാരുടെ മുമ്പിൽ ചെന്ന് പെട്ടാലും നിനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷെ ദർശനയുടെ മുമ്പിൽ ചെന്ന് പെട്ടാ നീ പെട്ടു മോളെ. സകല സത്യവും അവർ നിന്നെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. അതെ, നീ സൂക്ഷിക്കണം. എന്തായാലും എല്ലാരും കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശം നീ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുന്നത് വരെ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാം. പക്ഷേ ആ ഒരു കാര്യം നീ എപ്പോഴും ശ്രദ്ധിക്കണം. വാ. എന്റെ ഈശ്വര, ആ ദർശനയുടെ കയ്യിലെങ്ങാനും പോയി പെടുവോ? സൂക്ഷിച്ചു. അല്ല, മരുന്നെല്ലാം എടുത്തായിരുന്നോ? എല്ലാം ഇതിലുണ്ട്. ഹോസ്പിറ്റലിൽ പോയ ഇങ്ങനെ ഒരു ദിവസം പോയി കിട്ടും. അതെ, ഇപ്പൊ കഴിക്കാനുള്ള മരുന്ന് കഴിച്ചിട്ട് മുകളിലേക്ക് പോയാൽ മതി. സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിലേ അസുഖം മാറത്തില്ല. മരുന്ന് കഴിക്കാൻ ദർശനയ്ക്ക് നല്ല മടിയാണെന്ന് എനിക്കറിയാം. മുമ്പ് വയറുവേദനയ്ക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന മരുന്നേ അവിടെ മുറിയിലിരിക്കുന്ന ഞാൻ കണ്ടു. ഓ, അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു അല്ലേ? പിന്നെ ശ്രദ്ധിക്കാണ്ട്, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ഭർത്താവ് ശ്രദ്ധിക്കണ്ടേ? അയ്യടാ, ഒരു ഭർത്താവ് വന്നേക്കുന്നു. അധികം ചിരിക്കല്ലേ. അന്ന് നേരെ ചൊവ്വ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഗതി വരില്ലായിരുന്നു. ദേ, ഇത് പിടിക്ക. ഞാനേ കുടിക്കാൻ വെള്ളം എടുത്തോണ്ടരാം. അപ്പോ രൂപേഷ് ചേട്ടൻ എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പാവം. വെള്ളം, മരുന്ന് കഴിക്ക. ഇപ്പൊ എന്റെ വയറുവേദനയൊക്കെ പോയി. അതെ, ഞാനൊരു രഹസ്യം പറയാം. എന്ത് രഹസ്യം? ഇതുപോലെ എപ്പോഴും കൂടെ നടന്ന് നോക്കാനും മരുന്ന് വാങ്ങിച്ചു തരാനും ആഹാരം വാരിത്തരാനും ഒക്കെ ഭർത്താക്കന്മാര് കൂടെ ഇരുന്നാലേ ഭാര്യമാർക്ക് എപ്പോഴും അസുഖം വരും. അങ്ങനെ അസുഖം വരുന്നത് ഭാര്യമാർക്ക് ഒരു സുഖമാണ്. ഓ, അത് ശരി. അപ്പൊ ദർശന സുഖിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ഈ സുഖം ഏത് പെണ്ണിനും ഇഷ്ടമല്ലാത്തത്?
സ്വന്തം ഭർത്താവിന്റെ സാമീപ്യവും സ്നേഹവും അത് നൽകുന്ന സുഖത്തെക്കാളും സന്തോഷത്തെക്കാളും വലിയൊരു സന്തോഷം ഈ ലോകത്ത് വേറെയില്ല. ഇത്രയും നേരെ എന്നെ പറഞ്ഞ് സുഖിപ്പിച്ചതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി മര്യാദയ്ക്ക് പോയി കിടക്കാൻ നോക്ക്. റെസ്റ്റ് എടുത്താൽ മാത്രമേ അസുഖം മാറൂന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. വാ. അയ്യോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ഗുണ്ടയുടെ ചവിട്ട് കൊണ്ടിട്ട ഈ വേദനയെന്ന് രൂപേഷേട്ടൻ അറിഞ്ഞ അതോടെ എല്ലാം തീർന്നു. പിന്നെ എന്നെ ഈ വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. താനെന്താ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല. വാ. വാ. ദർശനയ്ക്ക് ഒരു കുഴപ്പമില്ലമ്മേ. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാത്തതിനെ രൂപേഷേട്ടൻ ഇപ്പൊ എന്നെ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. പഴയ ആളൊന്നും അല്ല ഇപ്പൊ അമ്മയുടെ മകൻ. എന്നെ വഴക്ക് പറയാനും ഭീഷണിപ്പെടുത്തി മരുന്ന് കഴിപ്പിക്കാനും ഒക്കെ അറിയാം. ആശുപത്രി ചെന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് പകുതി സമാധാനായി. പക്ഷേ ആഹാരം നല്ലോണം കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. മോളെ, ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പറ്റൂ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നും പോയൊക്കെ ഇരിക്കും. പക്ഷെ നമ്മൾ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തെറ്റാൻ പാടില്ല. തീർച്ചയായും. ഇവന് പഠിപ്പില്ല. അതിന്റെ വിഷമം ഇപ്പൊ ഇവൻ അറിയുന്നുണ്ടാവും. അമ്മ പറഞ്ഞത് ശരിയാ. ഈ ഒരുപാട് പഠിപ്പുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴേ എനിക്കൊരു നാണക്കേട് തോന്നാറുണ്ട്. അവരൊക്കെ പറയുന്ന ഇംഗ്ലീഷൊന്നും എനിക്ക് മനസ്സിലാവാറില്ല. പഠിക്കാത്തതിന്റെ വിഷമം എനിക്കിപ്പോ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? ക്ഷരമില്ലാത്തത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ ഉയരാനാകൂ. വെറുതെ ധാരാളം പണം കയ്യിലുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. വേഷം കെട്ടി അണിഞ്ഞൊരുങ്ങി നടന്നിട്ടും കാര്യമില്ല. അവസരത്തിനനുസരിച്ച് പെരുമാറാനും സംസാരിക്കാനും പഠിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ചിലപ്പോൾ നമ്മൾ അധിക്ഷേപിക്കപ്പെടും. ദർശന കൂടെയുള്ളതുകൊണ്ട് ഇപ്പം നിനക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് IPS എന്ന ദർശനയുടെ ലക്ഷ്യം നിന്റേത് കൂടിയാണെന്ന് നീ മനസ്സിലാക്കണം. അത് പിന്നെ എനിക്കറിയില്ലേ. IPS കിട്ടി ദർശന യൂണിഫോമിൽ വന്നിറങ്ങുമ്പോ വേണം എനിക്കൊന്ന് സല്യൂട്ട് ചെയ്യാൻ. ഒന്ന് പോരൂ ഉപേക്ഷട്ട കളിയാക്കാതെ. ദേ, ശരീരം നന്നായിട്ട് നോക്കണം. അക്കാര്യത്തിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. എന്നെ ഉപദേശിക്കുന്ന ആള് കൊള്ളാം. ജയിലിൽ പോയി വന്നതിന് ശേഷം അമ്മ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ തന്നെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെയാ അമ്മ പെരുമാറുന്നത്. ഭക്ഷണം കഴിക്കാത്തതിന് അമ്മയെ 2 വഴക്ക് പറയണം എന്ന് പറഞ്ഞിട്ടാ രൂപേഷേട്ടൻ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അത് കൊള്ളാം. ഇപ്പോ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കേണ്ടത് നീയാ. പഠിത്തത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഒരിക്കലുമില്ല. സിവിൽ സർവീസ് നേടുന്നത് വരെ എനിക്ക് യാതൊരു വിശ്രമവും ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ വിശ്രമിക്കാൻ ഞാൻ സമ്മതിക്കൂ? എല്ലാ ദിവസവും വെളുപ്പിനെ വിളിച്ചുണർത്തി പഠിപ്പിക്കാൻ നിർത്തുന്നത് പിന്നെ ആരാ? പഠിക്കാനിരിക്കുമ്പോഴേ രാവിലെ എല്ലാ ദിവസവും നല്ല 1-ാം തരം ചുക്കാപ്പിട്ട് കൊടുക്കുന്ന ആരാ? പറ.
ഈ ഞാൻ അമ്മയുടെ സ്വന്തം മോൻ. ഇത്രയൊക്കെ ഉത്തരവാദിത്തം ഞാൻ കാണിക്കുന്നതേ വെറുതെ ആണോ? ദർശനെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ദർശനെ വാ, എനിക്ക് വിശക്കുന്നു. ആ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കാം. അമ്മ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. ആ നിങ്ങൾ ചെല്ലേ. എന്നാ പിന്നെ വാ, നമുക്ക് കഴിക്കാം. മോളെ, നിന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിനൊപ്പം അമ്മയുണ്ടാകും. അത് പിന്നെ എനിക്കറിയില്ലേ. ഞാൻ ജയിച്ചു കാണാൻ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയല്ലേ. അമ്മയുടെ ഈ സപ്പോർട്ട് കൊണ്ടാ എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത്. ഇനി മുന്നോട്ട് പോകുന്നതിനും എനിക്ക് അമ്മയുടെ അനുഗ്രഹം മാത്രം മതി. ചെല്ലേ, പോയി കഴിക്കാം. വാ. പോ.